നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അത് മറ്റൊരാൾക്ക് പണയം വെക്കുകയെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് എനിക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല. അച്ഛാ, അന്ന് ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു. അപ്പൂന്റെ ജീവൻ അതായിരുന്നു ഞങ്ങൾക്ക് അന്ന് വലുത്. ഓക്കെ സമ്മതിച്ചു. എന്തായാലും കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി മുന്നോട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. ആ അരുന്ധതിയുടെ കടം ഞാൻ വീട്ടാം. എന്നുവെച്ചാ പൊട്ട എഗ്രിമെന്റ് ഞാൻ പിൻവലിപ്പിക്കാം. എന്താ അങ്ങനെ ദൈവം തന്ന നിന്റെ ശബ്ദം വെച്ച് വിസ്മയ സ്റ്റാർ ആകട്ടെ. അത് ഇനി ഞാൻ സമ്മതിക്കില്ല. അരുന്ധതി വിളിക്ക്, എവിടെ ഉണ്ടോ ചോദിക്കേ. ഇനി താമസിപ്പിക്കണ്ട. ഇപ്പൊ തന്നെ നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അച്ഛാ, സാറേ ഒന്നും തോന്നരുത്. അത് ഞങ്ങളായിട്ടുണ്ടാക്കിയ കടവ ഞങ്ങൾ തന്നെ തീർത്തോളാം. ഇവിടെ ശ്യാമയുടെ കാര്യത്തിൽ ഞാനൊന്നും നീയൊന്നും നോക്കണ്ട. ഞാൻ അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് പറയാ. സാറ് തെറ്റിദ്ധരിക്കരുത്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്. സാറ് മറിച്ചൊന്നും വിചാരിക്കില്ലേ. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഇന്നു മുതൽ ശ്യാമ മറ്റാർക്കും വേണ്ടി പാടുന്നില്ല. ഇനി ശ്യാമ പാടുന്നത് ശ്യാമയ്ക്ക് വേണ്ടി മാത്രം. അത് മതി. എന്ന് പറഞ്ഞാൽ ശ്യാമയുടെ ശബ്ദം ശ്യാമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? ശരി അച്ഛാ. പിന്നെ എന്നാൽ ഞാൻ ഇറങ്ങി അഖിയെ കൂടെ ഒന്ന് കാണണം. അയ്യോ അച്ഛൻ, ഞാൻ പറഞ്ഞില്ലേ സാർ ഇതിനൊന്നും തെറ്റുകാരനല്ല. അത് ഞാൻ അവനോട് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അച്ഛാ, മോളെ, നിന്റെ അഖിയുടെ വെഡിങ് ആനിവേഴ്സറി നമുക്ക് അവിടെ നമ്മുടെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാം. അച്ഛാ, അതെങ്ങനെ ശരിയാവും? അമ്മ ആ ടെൻഷനൊന്നും നീയും അഖി തലയെ വലിച്ച് കേട്ടണ്ട. വസുവിനെ സമ്മതിപ്പിക്കാൻ എനിക്കറിയാം. എന്നാലും അച്ഛൻ അത് ഒരെന്നാലും ഇല്ല, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ആ പിന്നെ അന്ന് ആ ഫംഗ്ഷനിൽ വെച്ച് ഞാൻ വലിയൊരു പ്രഖ്യാപനം നടത്താൻ പോവുക. എല്ലാവരും, പ്രത്യേകിച്ച് വസു പോലും ഞെട്ടിപ്പോകുന്ന ഒരു പ്രഖ്യാപനം. മികച്ച ഒരു ഗായികയാണ് ശ്യാമയൻ. അന്ന് മുതൽ വസുവിന് മോളോട് സ്നേഹം മാത്രമല്ല, ആരാധനയും തുടങ്ങും. നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.